ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്തിരിച്ചക്കിനടുക്കിലിരുന്ന് ഗോതമ്പ് വിതച്ചതായിരിക്കുന്ന ഗിദെയോനെ നോക്കി യഹോവയുടെ ദൂതൻ പറഞ്ഞു, ഈ ബലത്തോടെ പോകാം, ഞാൻ കൂടെയുണ്ട്. ഒരു വലിയ വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനെ ദൈവം സകലവിധമായ ശക്തി കൊണ്ടും ബലം കൊണ്ടും അനുഗ്രഹിച്ചു. കർത്താവിന്റെ വേളയിൽ വ്യാമൃതരായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃപകളാൽ നിറയുകയും അവർ പരിജ്ഞാന സമ്പന്നരായി, ആത്മബലമുള്ളവരായി, ആത്മനിറവുള്ളവരായി ഈ മരുഭൂപ്രയാണത്തിൽ സകലവിധമായ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കടന്നു പോകുന്ന അനുഭവങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്നതായിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഓർക്കുന്നത്, സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവദാസനായിരിക്കുന്ന പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയായിരുന്നു. ഇന്നത്തെ എൻ്റെ വിഷയം ശ്രദ്ധയുള്ള പ്രാർത്ഥന എന്നുള്ളതാണ്. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? അതിനാധാരമായിട്ടൊരു വേദഭാഗം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്നും വീണുപോയി. അപ്പോസ്തലനായ പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുന്ന ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അനേക കുടുംബങ്ങൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും മാനസാന്തരവും രോഗസൗഖ്യവും വിടുതലുകളും പ്രാപിച്ചതുകൊണ്ട് തന്നെ ഏതു വിധത്തിലും ഇല്ലാതാക്കണമെന്നുള്ള വ്യഗ്രതയോടും ജാഗ്രതയോടും ശത്രുവിന്റെ പ്രവൃത്തി വലുതായിരുന്നു. അത് ഹെരോദാവിന്റെ അടുക്കൽ എത്തുകയും ഭരണാധികാരിയായിരിക്കുന്ന ഹെരോദാവ് തന്നെ കാരാഗൃഹത്തിൽ അടച്ച് യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന് പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യേശു കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പ്രാർത്ഥിക്കുക, അവിടെ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ കടന്നുപോയ വിശുദ്ധന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെയൊക്കെയും ജീവിതത്തിൽ പ്രാർത്ഥനകളിലൂടെ ജീവിച്ചവരും പ്രാർത്ഥനകളിലൂടെ അനുഭവങ്ങൾ കണ്ടെത്തിയവരും പ്രാർത്ഥനകളിലൂടെ സന്തോഷം പ്രാപിക്കപ്പെട്ടവരുമാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം കരയേണ്ടി വന്നിട്ടില്ല, ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, വേദനിക്കേണ്ടി വന്നിട്ടില്ല. ആ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് കണ്ട് അവർ സന്തോഷിക്കുന്നവരായി മാറി. നമുക്കറിയാം, പ്രാർത്ഥിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എസ്തർ. ഒരു സമൂഹം മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെടുവാനുള്ള നിയമം നിലവിൽ വന്നപ്പോൾ മൊർദെഖായി കരയുന്നത് കണ്ടിട്ട് എസ്തേർ ചോദിച്ചു, അപ്പച്ചൻ കരയുന്നത് എന്തിനാണ്? അപ്പച്ചൻ കാര്യങ്ങൾ വ്യക്തമായി മകളെ അറിയിച്ചതിന്റെ ഫലമായിട്ട് മകൾ അപ്പച്ചന് കൊടുത്ത കത്തിങ്ങനെയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. രാജകൊട്ടാരത്തിലെ സകല ആത്മീയമായ ചിന്തകളെ വളർത്തിയെടുത്തുകൊണ്ട്
താൻ കൊട്ടാരത്തിലാണെങ്കിലും ആത്മീയമായ ചൈതന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാക്കി. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് രാജഭക്ഷണവും രാജവസ്ത്രവും മാറ്റിവെച്ച, മറ്റുള്ള ആഡംബര സൗകര്യങ്ങളെ വേണ്ടെന്ന് വെച്ച, എല്ലാം വർജിച്ചതിന് ശേഷം യഹോവയുടെ സന്നിധിയിൽ ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, നിങ്ങൾക്കെതിരെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ വ്യക്തികൾ ഉണ്ടെങ്കിൽ, അവർ നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുന്നെങ്കിൽ, നിങ്ങളോട് അപവാദം പറയുന്നെങ്കിൽ, നിങ്ങളെ തകർക്കാൻ നോക്കുന്നെങ്കിൽ, നിങ്ങളേത് വിധത്തിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നടുവിലാണ് നിൽക്കുന്നത്. അതിന് നടുവിൽ കാലുകൾ ഇടറിപ്പോകാതെ, മനസ്സ് പതറിപ്പോകാതെ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കണം. ഇതൊരു സന്ദേശം കൂടിയാണ്. എസ്തേറോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മൊർദെഖായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, സഭയൊന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് ശേഷം രാജസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രിയപ്പെട്ടവൾക്ക് നേരെ പൊൻചങ്കോലം നീട്ടി. അതിനുശേഷം ചോദിച്ചു, മകളെ, രാജ്യത്തിന്റെ പാതിയാണെങ്കിലും ഞാൻ നിനക്ക് നൽകിത്തരാം. എന്താണ് നിന്റെ ആഗമനോദ്ദേശം? അപ്പോൾ പറഞ്ഞത്, എനിക്ക് ഈ രാജ്യം വേണ്ട, രാജ്യത്തിന്റെ പാതി വേണ്ട, ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, സൗകര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഒരുക്കുന്ന വിരുന്നിന് അങ്ങ് വരണം. മന്ത്രിയെയും ക്ഷണിക്കുകയാണ്. 2 വിരുന്ന് കഴിഞ്ഞ് 3ാമത്തെ വിരുന്നിൽ കാര്യം പറഞ്ഞു. എന്നെയും എൻ്റെ കുടുംബത്തെയും വംശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതിന് പര്യാപ്തമായൊരു വിടുതൽ കാണണം. അതിനായിട്ടാണ് കാര്യങ്ങളൊക്കെയും ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അതിന്റെ കാരണക്കാരനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ രാജസന്നിധിയിൽ അവൾക്ക് വിടുതൽ പ്രാപിക്കാനിടയായി തീർന്നു. ആ രാജസന്നിധിയിൽ നിൽക്കുന്ന തന്റെ ജനത്തിന് വിടുതൽ പ്രാപിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥന മുറിഞ്ഞു പോകരുത്, പ്രാർത്ഥന നിന്നു പോകരുത്, പ്രാർത്ഥന ഇല്ലാതെ പോകരുത്. സമയം കിട്ടുമ്പോൾ വേർതിരിച്ചുകൊണ്ട് കണ്ണുനീരോടെ, വ്യതയോടെ, വേദനയോടെ, സങ്കടകരമായ അവസ്ഥകളിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നെങ്കിൽ ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. ഇവിടെ ഇപ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭയിലുള്ളതായിരിക്കുന്ന ചെറിയൊരു കൂട്ടം ആളുകൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. രാത്രിയുടെ ഏകാന്തതകളിൽ, എല്ലാ നിശബ്ദമായ അന്തരീക്ഷത്തിൽ, എല്ലാവരും സുഖനിദ്രയിലായിരിക്കുമ്പോൾ, അതേ നിശബ്ദതയോടുകൂടെ ജനം കിടന്നുറങ്ങുമ്പോൾ, അതേ അന്തരീക്ഷം നിശബ്ദത പാലിക്കുമ്പോൾ, ഇതാ ചെറിയൊരു വെളിച്ചം മുറിക്കകത്ത് പ്രകാശിച്ചുകൊണ്ട് സഭയിലെ ചില പ്രിയപ്പെട്ടവര് കട്ടിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദൈവദാസനെ വിടുവിക്കണമേ എന്ന്. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്, പോരാട്ടത്തിന്റെ നടുവിലാണ്. വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവദാസന്റെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. മറുപടിയില്ലേ? പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, മറുപടി ഉണ്ട്. ഇറങ്ങി വന്നു, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് വിലാപത്തിൽ തട്ടിയിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്ക, നിനക്ക് യാത്ര ചെയ്യാൻ സമയമായി. ആ നിമിഷം തന്നെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു, കാലിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. നിന്റെ പുറമേ കെട്ടിയിരിക്കുന്ന കെട്ടുകളുണ്ട്, ഈ ലോകത്തിന്റെ കെട്ടുകൾ, പാരമ്പര്യ കെട്ടുകൾ, വ്യാജമായി കെട്ടിയിരിക്കുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉയർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മുൻപോട്ട് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകല ശക്തികളും നിന്നെ ബന്ധിച്ച് ഇരുളിന്റെ മുറിക്കകത്ത് നിന്നെ അടച്ചു പൂട്ടപ്പോൾ അവിടെ നിന്ന് ഒരുവൻ വരും നിന്നെ വിടുവിക്കുവാൻ, നിന്നെ ഇറക്കിക്കൊണ്ടുപോകുവാൻ. ഒരുവൻ വരും, അവൻ നിന്നെ അരികിൽ വന്നിട്ട് പറയും, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ശക്തമാക്കുന്ന ദൈവമാണ്. ആ ശക്തമാക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നത് 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു. 119-ാം സങ്കീർത്തനം 68-ാമത്തെ വാക്യം: യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. 34-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം: അവൻ അവരുടെ ദേശത്തെ
സംവത്സരം മുഴുവനും കൊണ്ട് നിറച്ചിരിക്കും. ദേശത്തെ അവൻ നിറച്ചിരിക്കുന്നു. സങ്കീർത്തനം 65:11. അതുകൊണ്ട് ഈ ദിവസങ്ങളിലായി യഹോവ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. യഹോവ നിന്നോട് കൂടെയുണ്ട്. യഹോവ നിന്റെ അരികിലുണ്ട്. വിടിവിക്കുവാനുണ്ട്, പരിപാലിക്കുവാനുണ്ട്, ശക്തനായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ഭാരപ്പെടേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നിങ്ങളെ നടത്തിയത്, നിങ്ങളെ പരിപാലിച്ചത്, സൂക്ഷിച്ചത്, ഭക്ഷണം തന്നത്, വസ്ത്രങ്ങൾ തന്നത്, പാർക്കാൻ വീട് തന്നത്, യാത്രയ്ക്ക് വാഹനം തന്നത്, കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി ആരോഗ്യം നൽകിയത്, അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ യാത്രകൾക്ക്, അവരുടെ ജോലിക്ക്, വിദേശ യാത്രകൾക്ക്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക്, നിങ്ങളുടെ വാഹനം ഓടിക്കുന്നതിൽ, ഉപജീവനമാർഗം കണ്ടെത്തുന്നതിൽ, അത് അനേക പ്രിയ കാലഘട്ടങ്ങളിലൂടെ ദൈവം നിങ്ങളെ നടത്തിയപ്പോൾ കഴിഞ്ഞ 2025 നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഈ 2026 പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ചില പ്രതീക്ഷകളുണ്ട്, ചില പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ 2025 അനുഗ്രഹമുള്ളൊരു വർഷമായി മാറട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി ബന്ധനങ്ങൾ അഴിഞ്ഞു. അഴിക്കുന്നവൻ കൂടെയുണ്ട്, വിടിവിക്കുന്നവനുണ്ട്, പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. അതിനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, 2025 കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ വർഷമായിരുന്നു. ദൈവം അത്ഭുതകരമായി നടത്തി പരിപാലിച്ചു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായ, ഗൾഫിലായിരിക്കുന്ന, യൂറോപ്പിലായിരിക്കുന്ന, അമേരിക്കയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ബിസിനസ് ചെയ്യുന്നവര്, ടാക്സി ഓടിക്കുന്നവര്, ഓട്ടോ ഓടിക്കുന്നവര്, വിവിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. 2025 2026 ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം സഹായിക്കണം. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ ക്ഷേമമായി നടത്തി. പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ 2026